ചാലക്കുടി നഗരത്തിൽ പുലിഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച് തൃശൂർ ജില്ലാ കളക്ടർ. രാവിലെ 11 മണിക്കാണ് യോഗം. ചാലക്കുടി പാലത്തോട് ചേർന്ന മേഖലയിൽ വീണ്ടും പുലിയെ കണ്ട സാഹചര്യത്തിലാണ് യോഗം. വിവരങ്ങളുമായി സൂരജ്. സൂരജ്, ഇത് എന്താണ്, നട്ടപ്ര നഗരമാണ് എന്ന് പറഞ്ഞാൽ കട്ടക്ക് കെട്ട നഗരമേഖലയാണ്. ഡി സിനിമാസിനടുത്തൂടെയൊക്കെ പോകുന്ന കണ്ടു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുലി എവിടെയുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? വനം വകുപ്പിന് എടുക്കാൻ കഴിയുന്ന നടപടി എന്താണ് സൂരജ്? ഹാഷ്മി, 30-ാം തീയതി പുലി ഡി സിനിമാസിനോട് ചേർന്ന് ചാലക്കുടി പുഴയിലൂടെ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. MLA അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ വിവിധ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനി സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. പ്രത്യേകിച്ച് 49 ഇടങ്ങളിൽ ഈ വനംവകുപ്പ് തന്നെ നിരീക്ഷണ ക്യാമറകൾ വെച്ചെങ്കിൽ പോലും ഒന്നിൽ പോലും ഇതുവരെ ഈ പുലിയുടെ ദൃശ്യം ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഒരു ക്ലബിന് സമീപം വെച്ച CCTV ക്യാമറയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പക്ഷേ ഈ പ്രദേശത്താകെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലക്കുടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ ഈ പലപ്പോഴായി കാണുന്നത്. അത് തന്നെയാണ് വലിയ ആശങ്കക്കിടയാക്കുന്നത്. 4 കൂടുകൾ സ്ഥാപിച്ചു. പക്ഷേ ഇതുവരെയും ഈ കൂട്ടിൽ പുലിയായിട്ടില്ല. കൂടുതൽ കൂടുകൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക, അതോടൊപ്പം ഇനി എങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ, പുലിയെ പിടികൂടുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് സംബന്ധിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്യും. ഹാഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇതും ഈ പറയുന്നത് പോലെ ഒന്നാം തരം നഗരമേഖലയാണ്. ആ മേഖലയിലാണ് പുലിയെ ഒന്നല്ല രണ്ടാവർത്തി അവിടെ കണ്ടത്. കൂട് വെച്ചതല്ലാതെ കൂട്ടിലേക്കൊന്നും പുലി കയറുന്നില്ല. ക്യാമറ ട്രാപ്പിൽ അത് പെടുന്നുമില്ല. അപ്പോൾ അത് അവിടെയും ആശങ്ക നിൽക്കുന്നുണ്ട്.